മുൻ ന്യൂസിലേക്ക് വിശദമായി. തൃശൂർ കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് UDF MLA നടത്തുന്ന സത്യഗ്രഹ സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. TJ സനീഷ് കുമാർ ജോസഫ്, AKM അഷ്റഫ് എന്നിവരാണ് നിയമസഭാ കവാടത്തിനു മുന്നിൽ സത്യഗ്രഹ സമരം നടത്തുന്നത്. MG പ്രതീഷുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, അപ്പോൾ ഇതൊരു സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം, സമരം തുടരുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, തീർച്ചയായും ഈ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും നടന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ സജീവ ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. അതാ നിയമസഭ അകത്തും നിയമസഭയ്ക്ക് പുറത്തും വലിയ ഒരു പ്രതിഷേധം അറിയിക്കുക കൂടിയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് അപ്രതീക്ഷിതമായി 2 പ്രതിപക്ഷ MLA നിയമസഭയിൽ തന്നെ അനിശ്ചിതകാല സത്യഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചത്. AKM അഷ്റഫും സജീഷ് കുമാർ MLA ഇന്നലെയാണ് ഈ സത്യഗ്രഹം തുടങ്ങിയത്. ഇന്നലെ രാത്രി UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ നേതാക്കൾ MLA രാത്രി സന്ദർശിച്ചിരുന്നു. ഈ കസ്റ്റഡി മർദ്ദനം വരും ദിവസങ്ങളിലും ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചോദ്യോത്തര വേളയിലും ഇന്ന് ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. വരും ദിവസങ്ങളിലും നിയമസഭയിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ സജീവ ചർച്ചയാക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അംഗങ്ങൾ ഇന്നലെ ഈ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയില്ല എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഒപ്പം ക്രൂരമായി മർദ്ദനമേറ്റ സുജിത്തിനെ ഒരു ക്രിമിനൽ കേസ് പ്രതിയായി വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന വലിയ ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. ഇന്നലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇതിന് വിശദീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ ജനകീയ സമരം നടത്തിയതിൻ്റെ പേരിലാണ് സുജിത്തിനെതിരെ 11 കേസുകൾ രജിസ്റ്റർ ചെയ്തത് എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം. മറ്റ് ഒരു തരത്തിലും വലിയ ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ സുജിത്തിന് ഇല്ല എന്ന് പ്രതിപക്ഷം വിശദീകരിക്കുന്നു. പക്ഷേ ഈ പ്രതിപക്ഷ ആരോപണങ്ങളെ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിൻ്റെയും തീരുമാനം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും സഭയിലെത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല. പ്രതിപക്ഷം വലിയ രീതിയിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയാൽ അത് ഒരു വിഷയമാക്കി ഭരണപക്ഷം മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇടപെട്ട അത്തരത്തിലൊരു ആശയവിനിമയം രാഹുലുമായി നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇന്നലത്തേതിന് സമാനമായി ഇന്നും സഭ വിവിധ വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമാകുമെന്ന ഉറപ്പാണ്. ഉന്മേഷ. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് നിരവധി പേർ മരിക്കുകയും ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ലഭിക്കേണ്ട പണം കിട്ടാത്തത് മൂലമുള്ള പ്രതിസന്ധിയിലേക്കും പ്രതിപക്ഷം ഇന്ന് സഭയുടെ ശ്രദ്ധ ക്ഷണിക്കും. 2 ബില്ലുകളും ഇന്ന് നിയമസഭ പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിറക്കും. ജസ്റ്റിസ് PN നരസിംഹ, ജസ്റ്റിസ് AS ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പരിപാടി നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും തടയണമെന്നുമാണ് ഹർജികളിലെ ആവശ്യം. വിനീത VG ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഈ ആഗോള അയ്യപ്പ തടയണമെന്നാവശ്യപ്പെട്ട നൽകിയ ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കും. ജസ്റ്റിസ് TS നരസിംഹ, ഒപ്പം തന്നെ ജസ്റ്റിസ് S ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പരിപാടി നടത്തുന്നതിൽ നിന്ന് സർക്കാരിന്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അത് തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ മഹേന്ദ്രകുമാറാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ശരി, വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പണി പൂർത്തീകരിച്ച പ്രധാന വേദി 18-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറും. 3000-ലധികം പേരെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് അതിഥികൾക്ക് താമസ സൗകര്യം ക്രമീകരിച്ചിട്ടുള്ളത്. 19-ാം തീയതി വൈകിട്ട് മുതൽ സംഗമത്തിന്റെ ഭാഗമാകുന്നവർ പമ്പയിലെത്തിത്തുടങ്ങും. നാളെ പമ്പയിലെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിക്കും. വിവിധ വകുപ്പുകളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ പമ്പയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുൻ വർഷങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ അവ്യക്തതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് മറുപടി നൽകിയേക്കും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയാണ് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ജന്മദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം ജന്മദിനം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച പ്രഥമ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ജവഹർലാൽ നെഹ്റുവിനു ശേഷം 3ാം വട്ടവും പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന നേട്ടം മോദിക്ക് മാത്രം സ്വന്തം. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ താൽപര്യം ഉയർത്തിപ്പിടിച്ചതും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതുമെല്ലാം ഈ ജന്മദിനത്തിന്റെ തിളക്കം കൂട്ടി. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് 11 വർഷം. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, 2 പൂർണ്ണ ഭരണകാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. 2014-ൽ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതു മുതൽ സാമ്പത്തിക പുരോഗതിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഡിജിറ്റൽ സാക്ഷരതയ്ക്കും ശുചിത്വത്തിനും മുൻഗണന നൽകുന്ന വീക്ഷണമാണ് നരേന്ദ്രമോദി പങ്കുവച്ചിട്ടുള്ളത്. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിൽ ജനിച്ച നരേന്ദ്ര ദാമോദർ ദാസ് മോദി RSS പ്രവർത്തകനായാണ് പൊതുജീവിതം ആരംഭിച്ചത്. 1987-ൽ BJP ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. 2001 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം 2014-ലാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. നരേന്ദ്രമോദി നടപ്പാക്കിയ ശുചിത്വ പ്രചാരണ പരിപാടിയായ സ്വച്ഛ് ഭാരത് അഭിയാനും ആയുഷ്മാൻ ഭാരതും കോവിഡ് പ്രതിരോധ യത്നവും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം നോട്ട് നിരോധനം, പൗരത്വ ഭേദഗതി, കർഷക നിയമം തുടങ്ങിയവ കടുത്ത വിമർശനത്തിനും ഇടയാക്കി. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തി. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ താൽപര്യം ഉയർത്തിപ്പിടിച്ചതും പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നൽകിയതും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയതും GST പരിഷ്കരണ നടപടികളിലൂടെ ജനങ്ങൾക്കുമേലുള്ള നികുതി ഭാരം കുറച്ചതും പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 24-ന്റെ ജന്മദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരുവത്തർക്കം ഉടലെടുത്ത ശേഷം ഡൊണാൾഡ് ട്രംപ് ഇതുവരെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഫോൺ വിളി മഞ്ഞുരുകലിന്റെ തുടക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് വാണിജ്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി ഡൽഹിയിൽ വച്ചാണ് കൂടിക്കാഴ്ച. 6ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിക്കാൻ ട്രംപിന്റെ വിളിയെത്തിയത്. ഇന്ത്യ-US ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധതയും യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള പിന്തുണയും ഫോൺ സംഭാഷണത്തിൽ ചർച്ചയായി. ഇന്ത്യ-US ബന്ധവും പങ്കാളിത്തവും പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് താൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണെന്ന് മോദി ട്രംപിനെ അറിയിച്ചു. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് 5 വട്ട ചർച്ചകളാണ് ഇതുവരെ പൂർത്തിയായത്. ഓഗസ്റ്റ് അവസാനത്തിൽ 6ാം വട്ട ചർച്ചകൾ തീരുമാനിച്ചിരുന്നു. പിന്നീടത് പുനഃക്രമീകരിക്കുകയായിരുന്നു. 2025 അവസാനത്തോടെ ഒരു ഇടക്കാല വ്യാപാര കരാറിന് രൂപം നൽകാനാണ് ഇന്ത്യയും US ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ കാർഷിക ക്ഷീര വിപണികളിലേക്ക് കൂടുതൽ കടന്നുവരവിനുള്ള സാധ്യതകൾ അമേരിക്ക തേടിയത് ചർച്ചകൾ വഴിമുട്ടാൻ ഇടയാക്കി. ന്യൂസ് ഡെസ്ക് 24. ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കിന് തറക്കല്ലിടും. ടെക്സ്റ്റൈൽ കമ്പനികളിൽ നിന്നായി 23,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത്. അതേസമയം മോദിയുടെ കുട്ടിക്കാലം ആസ്പദമാക്കിയുള്ള ഹ്രസ്വചിത്രം ചലോ ജീത് ഹേ 500 തിയേറ്ററുകളിൽ ഇന്ന് വീണ്ടും റിലീസ് ചെയ്യും. വിനീത VG ഉണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, പ്രധാനമന്ത്രി ഇന്ന് മധ്യപ്രദേശിലാണ്. എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ? വിവരങ്ങൾ വിനീത. ഉന്മേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പിറന്നാളാണ്. അദ്ദേഹത്തിന് 75 വയസ്സിന്ന് തികയുകയാണ്. അദ്ദേഹം ഇന്ന് മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണുള്ളത്. അവിടെ അദ്ദേഹം വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ധാർ ജില്ലയിലെ രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കിന് അദ്ദേഹം ഇന്ന് തറക്കെ 114 ടെക്സ്റ്റൈൽ കമ്പനികളിൽ നിന്നായി ഏതാണ്ട് 23,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പാർക്ക് പ്രവർത്തനം തുടങ്ങുന്നതോടെ ഏതാണ്ട് 3 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ. 2 ആഴ്ച നീളുന്ന ശുചീകരണ സേവന പ്രവർത്തന ക്യാമ്പയിനായ സേവ് പഖ്വാഡ എന്ന
ക്യാമ്പയിൻ ആരംഭിക്കും. ഒപ്പം തന്നെ ഈ സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്ന രാഷ്ട്രീയ മോഷൻ മാഹ് എന്നിവയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിലടക്കം വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മോദിയുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഹ്രസ്വചിത്രമുണ്ട്. ചലോ ജീത്തെ ഹേ എന്ന അദ്ദേഹത്തിന്റെ 75ാം ജന്മദിനം പ്രമാണിച്ച് ആ ഹ്രസ്വചിത്രം 500 തിയേറ്ററുകളിൽ ഇന്ന് വീണ്ടും റിലീസ് ചെയ്യുമെന്നാണ് ഡൽഹി നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 2018 റിലീസ് ചെയ്തത് ഈ ചിത്രത്തിന് 31 മിനിറ്റ് ചിത്രത്തിന് മികച്ച നോൺ ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. BJP തന്നെയാണ് വിവിധ മേഖലകളിൽ ഈ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ വാരണാസിയിലടക്കം നിരവധി പ്രവർത്തനങ്ങൾ അവർ അവിടെയുള്ള ഈ ഓൾഡ് ഏജ് ഹോമുകളിലൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പം എന്നിങ്ങനെ വിവിധ പരിപാടികളിലൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ശരി, വിനിത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇന്നലെ അമേരിക്കൻ വാണിജ്യ പ്രതിനിധിയുമായി നടത്തിയ ചർച്ച പ്രതീക്ഷ നൽകുന്നതാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. കരാറിന്റെ വ്യത്യസ്ത തലങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. 6ാം റൗണ്ട് ചർച്ചകൾക്ക് മുന്നോടിയായാണ് US സംഘം ഇന്ത്യയിലെത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിട്ട് 2 മാസം പിന്നിടുന്നു. വനഭൂമിയിലല്ല നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടാത്തതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം എന്നാണ് ആക്ഷേപം. പരിസ്ഥിതി പ്രവർത്തകർ നൽകിയ ഹർജിയെ തുടർന്നാണ് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണം തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. റോഡ് നിർമ്മാണം നടക്കുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നിരോധനം. നിർമ്മാണം നടക്കുന്ന പ്രദേശം വനഭൂമിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന വസ്തുത നിലനിൽക്കെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിലെ അവ്യക്തതയാണ് കുരുക്കുകൾ മുറുക്കിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ 85ന്റെ നിർമ്മാണ ജോലികൾ 2 മാസക്കാലമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് 2 സൈഡും കട്ട് ചെയ്ത് സൈഡ് വാൾ അടിച്ചപ്പോൾ അത് ആ കുഴികൾ നികത്താണ്ട് കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കുഴികൾ നികത്തി ഈ പണികൾ പൂർത്തീകരിക്കാൻ ഗവൺമെൻറ് ഇടപെടണമെന്നാണ് ഹൈവേ ജാഗ്രത സമിതിക്ക് പറയാനുള്ളത്. പ്രദേശവാസികളുടേതുൾപ്പെടെ പ്രതിഷേധം കടുത്തപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നത് എന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചത്. എന്നാൽ ഇതുവരെ അതിലും തീരുമാനമായിട്ടില്ല. കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്ന ബുധനാഴ്ച സർക്കാർ അനുകൂല നിലപാട് എടുത്തില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും തീരുമാനം. കൊച്ചി മൂന്നാർ NH വർക്ക് ഇൻ പ്രോഗ്രസ്. ഒരു പ്രോഗ്രസ്സുമില്ല. സത്യത്തിൽ ദേശീയപാത വികസനം എന്ന പേര് കേട്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലാതായത് ഹൈറേഞ്ച് മേഖലയുടെ വികസന സ്വപ്നങ്ങൾ കൂടിയാണ്. എന്ത് ചെയ്യുക? ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഭാഗമായി 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തിരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുന്ന പദ്ധതി തുടരുകയാണ്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം ലാബിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി പൂമാല ട്രൈബൽ സ്കൂളിന് 8 കമ്പ്യൂട്ടറുകളും ഒരു പ്രിന്ററും 24 തൊടുപുഴ ബ്യൂറോയുടെ നേതൃത്വത്തിൽ കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് സുധാകരൻ PG അതുൽ കൃഷ്ണ ഗോപനും ചേർന്നാണ് പുതിയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തത്. കാഞ്ഞാർ SHO ശ്യാംകുമാർ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രാജി പത്മനാഭനും 24 തൊടുപുഴ റിപ്പോർട്ടർ ലാൽകൃഷ്ണനും ചടങ്ങിൽ സംസാരിച്ചു. വളരെ സന്തോഷത്തോടു കൂടി 24നോടും ചിറ്റിലപ്പള്ളിയോടുമുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിനോടുള്ള നന്ദി, ഈ സ്കൂളിന്റെ പേരിൽ, ഈ PTA പേരിലുള്ള ഏറ്റവും വലിയ സന്തോഷം, നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കണ്ണൂർ അരീക്കമല ഗവൺമെന്റ് UP സ്കൂളിലെ കമ്പ്യൂട്ടർ വിതരണം പഞ്ചായത്ത് അംഗം അനില ജെയിൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ശ്രീകണ്ഠാപുരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശൻ PV ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. ആലപ്പുഴ ഇലിപ്പക്കുളം KKM സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കമ്പ്യൂട്ടർ വിതരണം കായംകുളം DYSP T ബിനുകുമാറും വള്ളിക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 8 കമ്പ്യൂട്ടറുകളും പ്രിന്ററുമാണ് സമ്മാനിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ MS വിനോദ്, ഹെഡ്മിസ്ട്രസ് സലൂജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഭിലാഷ് കുമാർ, 24 OBT അംഗം സമീർ ചാരുമൂട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.
കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം പ്രമുഖ സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വി.ടി. കൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ എ.ബി. അശോക് കുമാർ, PTA പ്രസിഡന്റ് M.P. വിപിൻ കുമാർ, 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങിയവർ പങ്കെടുത്തു. കമ്പ്യൂട്ടർ വിതരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്തു. 24 കാസർഗോഡ് റിപ്പോർട്ടർ അരുൺ പാറക്കൽ, പ്രാദേശിക ലേഖകൻ റഹ്മാൻ ഉദ്യാവര, സ്കൂൾ പ്രിൻസിപ്പൽ ശിശുപാലൻ, ഹെഡ്മാസ്റ്റർ സുനിത, PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇനി ലോക വാർത്തകളിലേക്കാണ്. വാർത്താലോകം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടനിലെത്തി. വിമാനത്താവളത്തിൽ ട്രംപിനും ഭാര്യ മെലാനിക്കും സ്വീകരണം നൽകി. ചാൾസ് രാജാവ്, ഭാര്യ കാമില എന്നിവരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ ബ്രിട്ടനിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമുണ്ടായ കുടിയേറ്റ വിരുദ്ധ റാലി, അത് ടോമി റോബിൻസന്റെ നേതൃത്വത്തിലുണ്ടായ കുടിയേറ്റ വിരുദ്ധ റാലിയിൽ ട്രംപിന് അനുകൂലമായിട്ട് ഒരുപാട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ട്രംപിന്റെ അതേ പോളിസിയാണ് കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ അവർക്കുള്ളത്. പക്ഷേ അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഈ ഒരു സന്ദർശനം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ ജനങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ വളരെ പ്രധാനമാണല്ലോ. ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. സ്മിത പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർശനമാണ്. ട്രംപ് ലണ്ടൻ സന്ദർശിക്കുമെന്ന് ചില സൂചനകൾ ഉണ്ടെങ്കിലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലണ്ടനിൽ എത്തിയിരിക്കുന്നത്. പ്രഥമ വനിത മെലാനിയ ട്രംപും ഒപ്പമുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സന്ദർശനത്തിന്റെ തുടക്കമായിട്ട് നാളെ ചാൾസ് രാജകുമാരനുമായി വിൻസർ കാസിലിൽ കൂടിക്കാഴ്ച നടക്കും. വ്യാഴാഴ്ചയായിരിക്കും പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ശരിക്കും ഒരു ചരിത്രമാകുകയാണ്. ഇവിടെ ഈ ഒരു 2 സ്റ്റേറ്റ് വിസിറ്റ് നടത്തുന്ന ആദ്യ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടുകൂടി ആകുകയാണ്. ലണ്ടനിലാണെങ്കിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചാർലി കിർക്ക് കൊല്ലപ്പെട്ടതും അതുപോലെ ട്രംപിന് നേരെ തുടർച്ചയായി നടക്കുന്ന വധശ്രമങ്ങളൊക്കെ കണക്കിലെടുത്താണ് സുരക്ഷ പതിവിലും കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിമാനമിറങ്ങിയ ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ചാൾസ് രാജകുമാരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഒരു വലിയൊരു, അതായത് ടുമോറോ ഇസ് എ ബിഗ് ഡേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഖത്തറിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്. അദ്ദേഹവും ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ചേരും. ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷമാണ് ഖത്തറിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയത്. ഖത്തർ ഭരണാധികാരികളുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച നടത്തി. ഇസ്രായേലിന്റെ ദോഹ ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ ഔദ്യോഗിക ചർച്ചകളായിരുന്നു അത്. കുറെ കൂടെ വിപുലമായ രീതിയിൽ ഖത്തറുമായി ഒരു പ്രതിരോധ കരാർ അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന മാർക്കോ റൂബിയോ പറയുകയും ചെയ്തു. ഉന്മേഷ്, സ്മിത. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗസ പിടിച്ചെടുക്കുന്നതിന് ഇസ്രയേലിന്റെ കരയാക്രമണവും കനത്ത ബോംബാക്രമണവും തുടരുകയാണ്. ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾ കൂട്ടപ്പലായനത്തിലാണ്. 80ഓളം പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന UN അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇസ്രായേൽ തള്ളി. ഗസയിൽ ശേഷിക്കുന്ന മനുഷ്യർ വീണ്ടും നിസ്സഹായരാകുന്ന ദയനീയ കാഴ്ച. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ജനം കൂട്ടപ്പലായനം തുടരുകയാണ്. പലായനം ചെയ്യാൻ ഇസ്രയേൽ അനുവദിച്ചിരിക്കുന്നത് അൽറാഷിദ് തീരദേശ റോഡ് മാത്രം. നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. തെക്കൻ ഗസയിലെ അൽമവാസിയിലേക്കാണ് ജനങ്ങൾ നീങ്ങുന്നത്. ഇന്നലെ മാത്രം 2 ലക്ഷം പേരാണ് ഗസ സിറ്റി വിട്ടത്. വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇതിനിടെ ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. ഇതാദ്യമായാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതും വ്യാജവുമാണെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം. ഇതിനിടെ ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൊദൈദ തുറമുഖത്ത് ഇസ്രയേൽ ഡ്രോണാക്രമണം നടത്തി. ഗസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ചെങ്കടലിൽ ഹൂതികളുടെ മിസൈലാക്രമണം നടക്കുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദിയിലേക്ക് വിദേശ തൊഴിലാളികളുടെയും ടൂറിസ്റ്റുകളുടെയും ഒഴുക്ക് വർദ്ധിക്കുന്നു. 3 മാസത്തിനിടെ 30 ലക്ഷത്തോളം വീസകളാണ് അനുവദിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വിദേശികളും സൗദിയിൽ എത്തുന്നത്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി.
സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സൗദിയിലെ ജനസംഖ്യ 3.53 കോടിയാണ്. ഇതിൽ 44.4% വിദേശികളാണ്. അതായത് സൗദിയിലെ വിദേശികളുടെ എണ്ണം 1.5 കോടിയിലേറെയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സൗദി ജനസംഖ്യയും അതോടൊപ്പം തന്നെ വിദേശികളുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ എണ്ണം 27 ലക്ഷത്തോളമാണെന്നും ഇത് സംബന്ധമായ കണക്ക് പറയുന്നു. 2025 രണ്ടാം പാദത്തിൽ മാത്രം 30 ലക്ഷത്തിലേറെ വിസകളാണ് സൗദി നയതന്ത്ര കാര്യാലയങ്ങൾ, വിദേശത്തുള്ള സൗദി എംബസികളും കോൺസുലേറ്റുമൊക്കെ ഇഷ്യൂ ചെയ്തത്. അത് ഇന്ത്യ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കാണ് കൂടുതൽ വിസകൾ അനുവദിച്ചത്. മുംബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, സൗദി കോൺസുലേറ്റ് വഴി മാത്രം 2.5 ലക്ഷത്തിലേറെ വിസകൾ അനുവദിച്ചു. ഡൽഹിയിലെ സൗദി എംബസിയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത വിസകൾ ഇതിന് പുറമെയാണ്. അതായത് സൗദിയിലേക്ക് വിദേശ തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളുടെയും തീർത്ഥാടകരുടെയും ഒക്കെ വരവ് കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സൗദിയിലെ പുതിയ പദ്ധതികളാണ് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം. അതോടൊപ്പം തന്നെ പുതിയ ടൂറിസം പദ്ധതികളാണ് ടൂറിസ്റ്റുകളുടെ എണ്ണം സൗദിയിലേക്ക് വർദ്ധിക്കാൻ കാരണം, ടൂറിസ്റ്റുകളെ സൗദിയിലേക്ക് ആകർഷിക്കാൻ കാരണം. ഈ കഴിഞ്ഞ ദിവസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സൗദി ടൂറിസം മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത്. അതായത് ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഏതായാലും സൗദിയിലേക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്നതോടൊപ്പം തന്നെ വിദേശ തൊഴിലാളികളുടെ എണ്ണം കൂടുകയാണ്. സൗദിയിലെ പുതിയ പദ്ധതികൾ കൂടുതൽ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് വിദഗ്ധ തൊഴിലാളികൾക്ക് വലിയ തോതിലുള്ള അവസരങ്ങളാണ് നൽകുന്നത്. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ ടൈലർ റോബിൻസണിനെതിരെ കൊലപാതകം ഉൾപ്പെടെ 7 കുറ്റങ്ങൾ ചുമത്തി. യുഎസിലെ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയത്. സുഡാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ച് 50 മരണം. ലിബിയൻ തീരത്തിന് സമീപത്തായിരുന്നു അപകടം. 75 അഭയാർത്ഥികളുമായി പോയ കപ്പലിനാണ് തീപിടിച്ചത്. സൗദി അറേബ്യയിൽ ഉച്ചസമയത്ത് വെയിലത്ത് ജോലി ചെയ്യുന്നതിനുള്ള 3 മാസത്തെ വിലക്ക് അവസാനിച്ചു. ഈ വർഷം നിയമം പാലിച്ചവരുടെ നിരക്ക് 94% മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾ കുവൈറ്റ് ട്രാഫിക് വകുപ്പ് നിരീക്ഷിക്കുകയും ജനറൽ ട്രാഫിക് വകുപ്പിന്റെ പ്രത്യേക സംഘമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്തുക. സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സേവനത്തിന് ഔദ്യോഗിക തുടക്കം. റിയാദ് എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന മണി 2020 മിഡിൽ ഈസ്റ്റ് പരിപാടിക്കിടെ സൗദി സെൻട്രൽ ബാങ്കാണ് അറിയിപ്പ് നൽകിയത്. സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെന്റ് സിസ്റ്റം വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഗുരുതര പ്രതിസന്ധിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കാർഡിയോളജി വിഭാഗം മേധാവി ഇന്നലെ ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു. ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകുമെന്നും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഇതിന് മുൻപ് അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിരുന്നതാണ്. ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്താണ് നടപടികൾ? സ്മിത, മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ ഈ ഉപകരണ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് നൽകിയ കത്തിൽ പറയുന്നത്. ഈ മാസം 1-ാം തീയതി മുതലാണ് ഈ കമ്പനികൾ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവച്ചത്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നായി 150-ലധികം കോടി രൂപയുടെ കുടിശ്ശികയാണ് ഈ കമ്പനികൾക്ക് നൽകാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് 29,56 ലക്ഷം രൂപയാണ്. ഇത് നൽകാത്തതിനെ തുടർന്നാണ് ഈ ഉപകരണങ്ങൾ കമ്പനികൾ എത്തിക്കാത്തത്. അതാണ് ഈ നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. പ്രധാനമായും ആൻജിയോഗ്രാം ചെയ്യുന്ന ഗൈഡ് വയറിന്റെ ക്ഷാമമാണ് ഈ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലുള്ളത്. HLL വഴി ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമം സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. ഒപ്പം ഈ കമ്പനിയുമായും ചർച്ചകൾ നടത്തുന്നുണ്ട്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പ് സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിതരണ കമ്പനികൾക്ക് എന്ന് കുടിശ്ശിക നൽകുമെന്ന കാര്യത്തിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും സമാനമായ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സ്മിത. യെസ്, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറം എടവണ്ണയിൽ വീട്ടിൽ നിന്ന് ആയുധശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ പിടിയിലായ
ഉണ്ണിക്കമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇന്ന് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉണ്ടാകും. 3 റൈഫിളുകളും 20 എയർഗണ്ണുകളും 200-ലധികം വെടിയുണ്ടകളുമാണ് എടവണ്ണ അരീക്കോട് റോഡിലെ ഉണ്ണിക്കമ്മദിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. വിപിൻ സി വിജയനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്തുനിന്ന്. വിപിൻ, ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്നിപ്പോൾ ഉണ്ണിക്കമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കും. ഈ തിരകളും ഒപ്പം തന്നെ തോക്കുകളും എവിടെ നിന്ന് വാങ്ങി എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന് ഇനി അറിയാനുള്ളത്. ഇതിൽ ഈ തിരകൾ അത് മിലിറ്ററിയിലും ഒപ്പം പോലീസിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന തിരകളാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഗൗരവം കൂട്ടുന്നത്. എവിടെ നിന്നും ഇയാൾക്ക് ശേഖരിച്ച് ലഭിച്ചു എന്നുള്ളത് തന്നെ ഒരു പ്രധാനമായി നിൽക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചു, ഇതിന്റെ ഒരു ക്രൈസ് കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഈ ഉണ്ണിക്കമ്മദ് ഒരു മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും. 2 തോക്കുകൾക്കും 100 തിരകൾക്കും ഉള്ള അനുമതിയുടെ മറവിൽ അനധികൃതമായി വലിയൊരളവിൽ ആയുധ ശേഖരം വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഉണ്ണിക്കമ്മദിനെതിരെയുള്ള ഇപ്പോഴുള്ള കേസ്. 315 എന്ന പേരുള്ള ഒരു റൈഫിൾ, അതിന് പ്രത്യേകമായിട്ട് തന്നെ ലൈസൻസ് വേണ്ടതാണ്. അത്തരം ഒരു ലൈസൻസ് ഒന്നുമില്ലാതെ തോക്കുകളും തിരകളും സൂക്ഷിക്കുകയായിരുന്നു. 20-ലേറെ എയർ ഗണ്ണുകൾ മാത്രം ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിനിടെ ഇപ്പോൾ വിനീത വി ജി ഒരു വാർത്ത അറിയിക്കുന്നു. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനവും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മരണം 13 ആയിരിക്കുന്നു. 16 പേരെയാണ് ഇതുവരെ കാണാതായിട്ടുള്ളത്. മഴക്കെടുതിയിൽ മരിച്ച ഉത്തർപ്രദേശ് സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വിനീത വി ജി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 5 സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് കേസ് അന്വേഷിക്കുന്നത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇതിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിലിപ്പോൾ ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സ്മിത, ഇപ്പോൾ 9 പ്രതികളാണ്, 9ഓളം പ്രതികളാണ് പിടികൂടാനുള്ളത്. 9 പേരെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ AEO ഉൾപ്പെടെയുള്ള പ്രതികളുണ്ടായിരുന്നു. എന്തായാലും ശക്തമായ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 5 സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒളിവിൽ പോയ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ, അതായത് മറ്റുള്ള പ്രതികളുണ്ട്, അത് 7ഓളം പ്രതികളുണ്ട്. അവർ പയ്യന്നൂർ, കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ, കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവരുടെ കേസുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രതികൾ ആ ഭാഗത്തുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പണം നൽകിയാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്നും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതികൾ അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. രാജ്ഭവനിലെ കൃഷി വിളവെടുപ്പിലേക്കാണ് ഇനി. വിളവെടുപ്പിന് നേതൃത്വം നൽകിയത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. 50 ഏക്കർ ഭൂമിയിൽ വിപുലമായ തോതിലായിരുന്നു പച്ചക്കറി കൃഷി. പടവലം, ചീര, മുരിങ്ങ, നെയ്ക്കുമ്പളം, മത്തൻ, വെള്ളരി, നിത്യവഴുതന, കാബേജ്, വഴുതിന, അങ്ങനെ നിരവധി പച്ചക്കറികൾ എല്ലാം വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ പയറാണ്. ചീര പിഴുതെടുത്ത ഗവർണർ ഇനം ഏതാണെന്ന് ചോദിച്ചു. ചുവന്ന ചീരയും പച്ചച്ചീരയും തമ്മിലുള്ള ഗുണവ്യത്യാസവും ആരാഞ്ഞു. ഓണത്തിന് മുൻപ് വിളവെടുത്ത് രാജ്ഭവനിലെ മുഴുവൻ ജീവനക്കാർക്കും പച്ചക്കറി കിറ്റ് നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആഗ്രഹം. മഴ ചതിച്ചതിനാൽ പൂർണ്ണമായി സാധ്യമായില്ല. ചീര, പയർ, വെണ്ട തുടങ്ങിയ ഇനങ്ങൾ മാത്രമേ ഓണക്കിറ്റിൽ നൽകാനായുള്ളൂ. കൃഷിത്തോട്ടം നടന്നു കണ്ട ഗവർണർ വിളവെടുത്ത ഗൗളീഗാത്രത്തിന്റെ വെള്ളം കുടിക്കുകയും പടത്തിപ്പഴം തിന്നുകയും ചെയ്തു. രാജ്ഭവനെ കാർഷികോദ്യാനമാക്കാനുള്ള തന്റെ തീരുമാനം യാഥാർത്ഥ്യമായതിന്റെ അഭിമാനത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. ന്യൂസ് ഡെസ്ക് 24. കൂൺ കൃഷിയിലൂടെ നേട്ടം കൊയ്യുകയും നിരവധി പേർക്ക് ഉപജീവന മാർഗം നൽകുകയും ചെയ്ത ഒരു വീട്ടമ്മയെ പരിചയപ്പെടുത്താം ഇനി. കൊല്ലം പുനലൂർ നെടുങ്കയം സ്വദേശി AS താജുന്നിസ. താജുന്നിസയുടെ കൂൺ കൃഷി പെരുമയെക്കുറിച്ചാണ് ഇനിയുള്ള റിപ്പോർട്ട്.
13 വർഷം മുൻപ് പരീക്ഷണം പോലെയാണ് താജുന്നിസ കൂൺ കൃഷി തുടങ്ങിയത്. പരമ്പരാഗത ശൈലിയിലായിരുന്നു തുടക്കം. ആദ്യത്തെ പരാജയമൊക്കെ ദിവസങ്ങൾ കൊണ്ട് മറികടന്ന് സംഗതി സക്സസ് ആയി. വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നും കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നും കൃഷിവകുപ്പിൽ നിന്നുമൊക്കെ ലഭിച്ച 21 പരം പരിശീലനങ്ങൾ താജുന്നിസയെ മികച്ച കൂൺ കർഷകയാക്കി. ഇപ്പോൾ പ്രൊഫഷണൽ രീതികൾ കൂടി അവലംബിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ വിപണിയിലെത്തിച്ചിരിക്കുന്നു. ഒപ്പം 170 പേർക്ക് കൂൺ കൃഷിയിൽ പരിശീലനം നൽകി അവരെയും കൂടെ കൂട്ടി. മാതാപിതാക്കൾ ഞങ്ങളുടെ കുടുംബമായിട്ട് കർഷകരാണ്. അപ്പം അത് മണ്ണിലുണ്ടാകുന്ന കൃഷിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നൊരു വേറിട്ടൊരു കൃഷി എന്നുള്ളൊരു ആശയം എൻ്റെ കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളതായിരുന്നു. അപ്പം ഒരു കുറേ നാൾ ഞാൻ മഷ്റൂം കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. എന്തായാലും പല പരീക്ഷണങ്ങൾ നടത്തി. ആദ്യമൊന്നും ശരിയായില്ല, പിന്നെ തൊട്ട് ശരിയായി തുടങ്ങി. കുമ്മിളച്ചാർ, ന്യൂട്രൽ ഹെൽത്ത് മിക്സ്, പ്രോട്ടീൻ പൗഡർ, സൂപ്പ് പൗഡർ ഇങ്ങനെ വ്യത്യസ്തമാർന്ന ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഏറ്റവും ഒടുവിൽ കൂണിൻ്റെ പായസ കിറ്റും. മാസം 10,000ങ്ങളുടെ വരുമാനത്തിനൊപ്പം നിരവധി പുരസ്കാരങ്ങളും താജുന്നിസയെ തേടിയെത്തി. പിന്തുണയുമായി ഭർത്താവ് മുനീറും മകൾ മുഹസിനും താജുന്നിസയ്ക്കൊപ്പമുണ്ട്. അമ്മയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കണ്ട മുഹസിൻ പഠന വിഷയമായി തെരഞ്ഞെടുത്തതും കൃഷി തന്നെ. ഏവർക്കും ലാഭം കൊയ്യാവുന്ന കൂൺ കൃഷിയുടെ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും മികച്ച കൂണുൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമായി പ്രദർശനമേളകളിലും സ്ഥിരം സാന്നിധ്യമാണ് താജുന്നിസ. 24 കൊട്ടാരക്കര. ഉത്തരാഖണ്ഡിലേക്കാണ് ഇനി പോകുന്നത്. മേഘവിസ്ഫോടനത്തിലും മഴക്കെടുതിയിലും മരണം 13ആയി. 16 പേരെയാണ് കാണാതായത്. വിനീത വിജിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഈ മഴക്കെടുതി രൂക്ഷമാണല്ലോ, ഈ മിന്നൽ പ്രളയം അത് തുടർച്ചയായി ഇങ്ങനെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വിനീത? ഉന്മേഷ്, ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ പ്രശ്നബാധിത മേഖലകളൊക്കെ തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ദുരിത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ ആ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മരണസംഖ്യ 13 ആയിരിക്കുന്നു. ഇന്നലെ ഡെറാഡൂണിൽ ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്ന് തംസ നദി അടക്കം ചന്ദ്രഭാഗ നദിയൊക്കെ കരകവിഞ്ഞൊഴുകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വിവിധ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ തീരമേഖലകളിലൊക്കെ ഈ നദികളുടെയൊക്കെ മേഖലകളിലൊക്കെ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ മരണസംഖ്യ 13 എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മഴക്കെടുതിയിലും മിന്നൽ പ്രളയത്തിലുമൊക്കെ മേഘവിസ്ഫോടനത്തിലുമൊക്കെ 13 പേരാണ് മരിച്ചിരിക്കുന്നത്. 16 പേരെ കാണാതായിട്ടുമുണ്ട്. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ ഈ ചന്ദ്രഭാഗ നദിയിലൊക്കെ കുടുങ്ങിപ്പോയ 3 പേരെ ഈ സുരക്ഷാ സേനയൊക്കെ അവിടെ എത്തി, SDRF സംഘമൊക്കെ അവിടെ എത്തി അവരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഏതാണ്ട് 200ഓളം വിദ്യാർത്ഥികളെ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ഇവർക്കൊരു സഹായം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഈ മരിച്ച ഉത്തർപ്രദേശ് സ്വദേശികളുടെ കുടുംബങ്ങൾക്കാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ വീതമായിരിക്കും ഇവർക്ക് നൽകുക. ഒപ്പം തന്നെ ഇന്നലെ കേന്ദ്രവും എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാരിന്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിവിധ മേഖലകളിൽ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് പുൽപ്പള്ളിക്കടുത്ത് ചേകാടി സ്കൂളിലെത്തിയ കുട്ടിയാന ചരിഞ്ഞു. കഴിഞ്ഞ മാസം 18നാണ് കുട്ടിയാന ചേകാടിയിലെത്തിയത്. കുട്ടിയാനയെ വെട്ടത്തൂർ വനത്തിൽ വിട്ടു എങ്കിലും ആനക്കൂട്ടം ഉപേക്ഷിക്കുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുർജിത്ത്. ഉന്മേഷ്, സ്മിത, അതൊരു സങ്കടകരമായ വാർത്തയാണ്. ഈ വെള്ള ആന ക്യാമ്പിലായിരുന്നു ഈ ആനക്കുട്ടി ഒരു മാസമായി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 18-ാം തീയതിയാണ് ചേകാടി LP സ്കൂളിലേക്ക് ആനക്കുട്ടി എത്തിയത്. 3 മാസമായിരുന്നു പ്രായം. ആനക്കൂട്ടം ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ആനക്കുട്ടി ഈ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായത്. ചേകാടി സ്കൂളിൽ നിന്നും അതിനെ പിടികൂടി വെട്ടത്തൂർ വനമേഖലയിലേക്ക് മാറ്റി. ആനക്കൂട്ടത്തിനടുത്തേക്ക് കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചെങ്കിലും ആ ആനക്കൂട്ടം അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് കബനി പുഴ നീന്തിക്കടന്ന് നേരെ എത്തുന്നത് ബൈരക്കുപ്പ പഞ്ചായത്തിലാണ്. ബൈരക്കുപ്പ പഞ്ചായത്തിലെ കടഗദ്ദ എന്ന് പറയുന്ന പ്രദേശത്തിലാണ്. ആ പ്രദേശത്ത് വെച്ച് പരിക്കേറ്റ നിലയിൽ ആനക്കുട്ടിയെ നാട്ടുകാർ അതിനെ പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. തുടർന്നാണ് നാഗർഹോളെ വനത്തിനകത്തുള്ള ഈ ആന ക്യാമ്പിലേക്ക്, വെള്ള ആന ക്യാമ്പിലേക്ക് മാറ്റിയത്. ഈ കട്ടിയാഹാരം നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് ആട്ടിൻപാൽ മാത്രം നൽകിയാണ് അതിനെ പരിചരിച്ച് കൊണ്ടുവന്നിരുന്നത്. ഒരു മാസമായി അതിനെ പരിചരിച്ച് ജീവിതത്തിലേക്ക്
തിരികെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നടത്തിയിരുന്നത്. പക്ഷേ അതിന് അസുഖമുണ്ടായിരുന്നു. ആ അസുഖമാണ് ഒരുപക്ഷെ ആനക്കൂട്ടം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. പക്ഷേ ആനക്കുട്ടിക്കുണ്ടായ അസുഖമാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മിനിഞ്ഞാന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും ചെരിഞ്ഞ ആനക്കുട്ടിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ ആളുകൾ അത് കൗതുകത്തോടു കൂടി നോക്കിയതാണ് ഈ ആനക്കുട്ടിയുടെ വരവും അത് കുട്ടികൾക്ക് സമീപത്ത് നിന്ന് കളിക്കുന്നതും അതിങ്ങനെ ഓടി നടക്കുന്നതും എല്ലാം തന്നെ അത് വലിയ കൗതുകമായ ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ദുഃഖകരമായ വാർത്ത, ആനക്കുട്ടി അത് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വാർത്ത. എന്തായാലും മറ്റു നടപടികളെല്ലാം തന്നെ കർണാടക വനം വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തെ ഔദ്യോഗികമായി ഇത് അറിയിച്ചിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ മറ്റു നടപടികളെല്ലാം തന്നെ വനം വകുപ്പ് പൂർത്തിയാക്കി ആനയുടെ സംസ്കാരം നടത്തിയിട്ടുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. KSU നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിൽ കേസെടുത്ത് പോലീസ്. നടക്കാവ് പോലീസാണ് കേസെടുത്തത്. കോഴിക്കോട് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജാണ് ഭീഷണി പ്രസംഗം നടത്തിയത്. കുറ്റ്യാടി CI കൈലാസനാഥനെയും കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ബിജുരാജിനെതിരെയുമായിരുന്നു ഭീഷണി. പോലീസുകാരുടെ തലയടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു VT സൂരജ് പറഞ്ഞത്. പോലീസ് അതിക്രമത്തിനെതിരെ കോഴിക്കോട് DCC പ്രസിഡന്റ് നടത്തിയ ഏകദിന ഉപവാസ സമരത്തിനിടെയായിരുന്നു ഈ പ്രസംഗം. കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MPയെ ജാതീയമായി അധിക്ഷേപിച്ച് KMCC നേതാവ് സണ്ണി ജോസഫിനെതിരായ കൊടിക്കുന്നിലിന്റെ വിമർശനം സംബന്ധിച്ച് വാർത്ത പങ്കുവച്ചാണ് UP മുസ്തഫയുടെ ഫേസ്ബുക്കിലെ അധിക്ഷേപം. CH സെന്റർ റിയാദ് ഘടകത്തിന്റെ ചെയർമാനാണ് മുസ്തഫ. സമീർ C മുഹമ്മദ് ഉണ്ട് കോഴിക്കോട്. സമീർ, എന്താണ് മുസ്തഫ പറയുന്നത്? സമീർ, സ്മിത, ഉന്മേഷ്, കൊടിക്കുന്നിൽ സുരേഷ് MPയെ ജാതിയുമായി അധിക്ഷേപിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവും അതുപോലെ KMCC ഭാരവാഹിയുമായിട്ടുള്ള UP മുസ്തഫ പങ്കുവച്ചിരിക്കുന്നത്. എന്നെ പ്രസിഡന്റാക്കിയിരുന്നുവെങ്കിൽ എൻ്റെ പഴയ കോളനി മൊത്തമായി ഭരിച്ചേനെ എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നതായാണ് മുസ്തഫ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിനകത്ത് ആ കോളനി പരാമർശം, അതുപോലെ തന്നെ സംവരണ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ MP ആയ വ്യക്തി എന്ന നിലയിൽ കൂടി കൊടിക്കുന്നിൽ സുരേഷ് MPയെ ജാതിയുമായി അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, KPCC യോഗത്തിൽ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് MLAയും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MPയും ചില വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന KPCC പ്രസിഡന്റ് കണ്ണൂരിൻ്റെ പ്രസിഡന്റായിരുന്നു, ഇപ്പോഴത്തേത് പേരാവൂരിൻ്റെ പ്രസിഡന്റാണ് എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പരാമർശം. അത് വിവാദമാവുകയും പിന്നീട് അതിൽ അദ്ദേഹത്തിനോട് ആ ഒരു പരാമർശം പിൻവലിക്കണമെന്ന് KPCC യോഗത്തിൽ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ആ ഒരു പരാമർശം പിൻവലിക്കുകയും ചെയ്തു. അത്തരം സംഭവമൊക്കെ നിലനിൽക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. ആ വാർത്ത പങ്കുവെച്ചുകൊണ്ടുകൂടിയാണ് ഈ UP മുസ്തഫയുടെ ഇത്തരം ഒരു കുറിപ്പ് വന്നിരിക്കുന്നത്. ഈ KMCCയുടെ ഭാരവാഹിത്വം, അതുപോലെ തന്നെ അദ്ദേഹം CH സെന്ററിന്റെ റിയാദ് ഘടകത്തിന്റെ ചെയർമാൻ കൂടിയാണ്. അത്തരത്തിൽ വളരെ ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ് ഈ വിധത്തിലുള്ള ഒരു ജാതി അധിക്ഷേപമായി എത്തിയിരിക്കുന്നത്. വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് കുറിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഉന്മേഷ്, സ്മിത. സമീർ C മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം. എറണാകുളം തൈക്കൂടം പാലത്തിൽ നിന്ന് യുവാവ് കനാലിൽ ചാടി. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിതിൻ, ഇത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണോ നിതിൻ? ഉന്മേഷ്, ഇന്നലെ രാത്രി 11:00 തൈക്കുടം പാലത്ത് നിന്ന് ഈ കനാലിലേക്ക്, ചമ്പക്കര കനാലിലേക്ക് യുവാവ് ചാടിയത്. കാക്കനാട് സ്വദേശിയാണ് ചാടിയതെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അത്തരം ചില വിവരങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഈ പാലത്തിന് സമീപം കഴിയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇന്നലെ രാത്രി ഇത്തരം ഒരാൾ ചാടിയ വിവരം ഫയർഫോഴ്സ് ഒക്കെ തന്നെ അറിയിച്ചത്. അതിനുശേഷം രാത്രി ഏതാണ്ട് 11:00 തന്നെ ഫയർഫോഴ്സ് ഇവിടെ വന്ന് പരിശോധന നടത്തി. പക്ഷേ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിലവിലിപ്പോൾ തെരച്ചിൽ നടക്കുന്നില്ല. രാവിലെ തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ഇവിടെ പ്രാഥമിക തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഇനിയിപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ ഏതാണ്ട് 8 മണിയോട് തന്നെ ഇവിടെ എത്തി വിശദമായ തെരച്ചിൽ നടത്തും. ഇന്നലെ രാത്രി ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു കായലിൽ. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇന്നലെ രാത്രി ഒഴുക്കുണ്ടായത്. അതുകൊണ്ട് ഇന്ന് തേവര ഭാഗത്തും അതോടൊപ്പം ചമ്പക്കര ഭാഗത്തും ഈ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തീരുമാനം. രാവിലെ 8 മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കും. ഇന്നിപ്പോൾ ചമ്പക്കര കനാലിലും അതോടൊപ്പം തന്നെ തേവര ഭാഗത്തും പരിശോധന നീട്ടുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കായലിൽ ചാടി യുവാവ് കാക്കനാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ രാത്രി ഏതാണ്ട് 11:00 സംഭവം ഉണ്ടായത്. രാത്രി തന്നെ ഫയർഫോഴ്സ് ഗാന്ധിനഗറിലെ ഫയർഫോഴ്സ് സംഘം പരിശോധന നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ ഈ പരിസരത്തെ ആളുകളെല്ലാം തന്നെ രാവിലെ ചേർന്ന് ഒരു പരിശോധന നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉന്മേഷ്, തൈക്കൂടം പാലത്തിൽ നിന്ന് ചമ്പക്കര കനാലിലേക്കാണ് യുവാവ് ചാടിയത്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിക്കെതിരായ പ്രഭാത നടത്തം ഇന്ന് തൃശൂരിൽ.
തൃശൂർ മണികണ്ഠനാലിൽ നിന്ന് തെക്കേ ഗോപുര നട വരെയാണ് പ്രഭാത നടത്തം. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ക്യാമ്പയിന്റെ ഭാഗമാകുന്നത്. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇത് ഒരു ക്യാമ്പയിനായി രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഇന്നത് തൃശ്ശൂരിലാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, എന്തായാലും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രഭാത യാത്ര, അതും ലഹരിക്കെതിരെ അദ്ദേഹം നടത്തുന്നതാണ്. ഇപ്പോൾ തന്നെ യാത്ര സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ഇതിനോടകം തന്നെ പലയിടങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ യാത്ര നടത്തിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ തൃശൂർ മണികണ്ഠനാൽ മുതൽ സ്വരാജ് റൗണ്ടിനെ ചുറ്റി തെക്കേ ഗോപുര നട വരെ ഈ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നത്. പൊരുതാം നമുക്ക് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രഭാത നടത്തം. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂരിലും ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം. തീർച്ചയായിട്ടും ലഹരി കേരളത്തെ വിഴുങ്ങുന്നു, ചെറുപ്പക്കാരെ തകർക്കുന്നു, കുടുംബങ്ങൾ ഇല്ലാതാക്കുന്നു. അതിനെതിരെയുള്ള ജനകീയ മുന്നേറ്റമാണ് പ്രൗഡ് കേരള നേതൃത്വത്തിലുള്ള വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ്. ഡ്രഗ്സ് മാത്രമല്ല, മദ്യവും ഈ നാട്ടിൽ ഒഴുക്കിക്കൊണ്ട് നാടിനെ മുടിക്കുന്ന ഈ നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. കേരളത്തിൽ ഇപ്പോൾ വിവിധയിടങ്ങളിൽ ഇതിനോടകം തന്നെ നടത്തി വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. 8ാമത്തെ ജില്ലയാണ്. 19-ാം തീയതി കണ്ണൂരും വയനാടും ഉണ്ടാവും. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇതിൽ അണിചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഉന്മേഷ്, അത് തന്നെയാണ്. അതായത് രാഷ്ട്രീയത്തിന് അതീതമായി നിരവധി ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. കുട്ടികളടക്കം സ്ത്രീകളടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ രാവിലെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് തൃശ്ശൂരിലും ലഹരിക്കെതിരായ പ്രഭാത നടത്തം തുടരുന്നത്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ ലഹരിക്കെതിരായ പ്രഭാത നടത്തം അത് തൃശ്ശൂരിൽ ഇപ്പോൾ നടക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഭരണ തർക്കത്തിനു പിന്നാലെ പോലീസിൽ നൽകിയ പരാതികളിൽ ഉടൻ നടപടിയുണ്ടായേക്കില്ല. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നിമ്മലിനും മുൻ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനുമെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗമാണ് പോലീസിൽ പരാതി നൽകിയത്. സിൻഡിക്കേറ്റ് മിനിറ്റ്സ് തിരുത്തിയെന്ന ഗുരുതരമായ ആരോപണമായിരുന്നു പരാതിയിൽ. പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും കന്റോൺമെന്റ് പോലീസ് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ഇടത് സിൻഡിക്കേറ്റിനെതിരെ ജീവനക്കാരുടെ സംഘടന നൽകിയ പരാതിയിലും തിരികെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ പരാതിയിലും പോലീസ് നടപടി എടുത്തിരുന്നില്ല. പത്തനംതിട്ട പുല്ലാട് മർദ്ദന കേസിൽ പ്രതികളായ യുവദമ്പതികളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു പോലീസ്. മർദ്ദനത്തിനിരയായ ആളുകൾ നൽകിയ മൊഴികൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും പ്രതികൾക്കായി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ ലക്ഷ്മിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. കേസിൽ 3ാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ലക്ഷ്മി ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് എന്നാണ് എഫ്ഐആർ. എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പ്രത്യേക ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. സിനിമയിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. സിനിമാ കോൺക്ലേവിന്റെ വിവരങ്ങൾ പൊതുമധ്യത്തിൽ പരസ്യപ്പെടുത്താൻ കഴിഞ്ഞ തവണ നിർദ്ദേശിച്ചിരുന്നു. 2 മാസത്തിനുള്ളിൽ സിനിമാ നയരൂപീകരണത്തിന്റെ ആദ്യപടി പൂർത്തിയാകും എന്നാണ് സർക്കാർ വാദം. മലപ്പുറം മണ്ണാർമലയിൽ പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രദേശവാസികൾ. തുടർച്ചയായി 3ാം ദിവസവും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇന്നലെ രാത്രി 9:15 വീണ്ടും പാറപ്പുറത്ത് പുലിയെ കണ്ടിരുന്നു. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. പുലിയെ മൈക്ക് വെടിവെച്ച് പിടികൂടണമെന്നാണ് ആവശ്യം. ഇന്നലെ റോഡ് ഉപരോധമടക്കം വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. കളക്ടറുടെയും ഡിഎഫ്ഐയുടെയും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ ഇന്ന് സന്ദർശനം നടത്തും. 10 മണിക്ക് ചോലനായ്ക്കർ നഗറിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് നെടുങ്കയം ഫോറസ്റ്റ് ബംഗ്ലാവിൽ ആദിവാസി കുടുംബങ്ങളുമായി സംസാരിക്കും. 3 മണിക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും 4 മണിക്ക് കനോലി പ്ലോട്ടിലും പ്രിയങ്ക ഗാന്ധി എത്തും. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് സന്ദർശനത്തിലൂടെ പ്രിയങ്ക ഗാന്ധി ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സഭ ഇന്ന് കൊടുങ്ങല്ലൂരിൽ. നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്നതിനാണ് സൗഹൃദ സഭ.
വിവരങ്ങളുമായി ഇപ്പോൾ റാഫി കരീം കൊടുങ്ങല്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, ഇതിന് തുടക്കമായി കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ റാഫി? കലുങ്ക് സൗഹൃദ സഭയ്ക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ എലന്തുരുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഒരു കലുങ്ക് സൗഹൃദ സഭ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. 4 ഇടങ്ങളിലാണ്, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ 4 ഇടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും ഈ കലുങ്ക് സൗഹൃദ സഭ നടക്കുക. അതിൽ ആദ്യത്തേതിനാണ് തുടക്കമായിരിക്കുന്നത്. ഇനി 8 മണിയോടുകൂടി ഇരിങ്ങാലക്കുടയിൽ ഈ കലുങ്ക് സൗഹൃദ സഭ നടക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2 ഇടങ്ങളിൽ കലുങ്ക് സൗഹൃദ സഭകളുണ്ട്. പുത്തൂരും ഒപ്പം തന്നെ പുതുക്കാടുമാണ് ഇനിയുള്ള 2 കലുങ്ക് സൗഹൃദ സഭകളുള്ളത്. നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിന്, അവരുടെ അഭിപ്രായങ്ങൾ ഏറ്റവും അടുത്തുനിന്ന് കേൾക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഈ കലുങ്ക് സൗഹൃദ സഭയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ ഒരു കലുങ്ക് സൗഹൃദ സഭ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. പരാതി നൽകാനെത്തിയ വയോധികനിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതാണ് വലിയ വിവാദമായത്. പിന്നീട് അത് CPM ഏറ്റെടുക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭവനം നിർമ്മിച്ചു നൽകാൻ CPM തന്നെ രംഗത്ത് വരികയും സുരേഷ് ഗോപി MP അതിൽ വിശദീകരണമായി പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ വിവാദമായ ഒരു സംവാദ പരിപാടിയാണ് അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തവണ അത് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എന്തായാലും ഈ പരിപാടി കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റു 3 ഇടങ്ങളിൽ കൂടി കലുങ്ക് സൗഹൃദ സഭകൾ നടക്കാനുണ്ട്. ഇനി റാഫി കരീമാണ് വിവരങ്ങളുമായി കൊടുങ്ങല്ലൂരിൽ നിന്ന് ചേരുന്നത്. ഈ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം അവിടെ ആ ഒരു പരിപാടിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾ അത് അവരോട് നേരിട്ട് ചോദിച്ചറിയുക, അതുതന്നെയല്ലേ ലക്ഷ്യം? അവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമാണ്. കാരണം ആ ഗുണകരമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഭവമുണ്ട്. സുരേഷിനെ കാലങ്ങളായിട്ട് അറിയാം. ഒരുപാട് സേവനങ്ങൾ സുരേഷൻ ചെയ്യുന്നുണ്ട്. ഈ MP ആവണ മുമ്പും റാഫി കരീമാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. റാഫി, കേൾക്കാമോ? യെസ്, കൊടുങ്ങല്ലൂരിലാണ് കലുങ്ക് സൗഹൃദ സഭ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആ പ്രദേശത്തിന്റെ വികസനം അത് ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയാണിത്. പ്രാദേശിക അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. റാഫി കരീം തുടരുന്നുണ്ട്. റാഫി, കേൾക്കാമെങ്കിൽ വലിയ ജനപങ്കാളിത്തം ദൃശ്യമാണ് പരിപാടിയിൽ. പ്രാദേശികമായി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ റാഫി? തീർച്ചയായും വലിയ ജനപങ്കാളിത്തമുണ്ട് ഈ പരിപാടിയിൽ. ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത് തന്നെ ഇവിടുത്തെ BJP പ്രവർത്തകരാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ആളുകൾ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും ആളുകൾ റാഫിയെ ശബ്ദത്തിൽ വ്യക്തതക്കുറവുണ്ട്. റാഫി, കൊടുങ്ങല്ലൂരിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലുങ്ക് സൗഹൃദ സഭ നടക്കുന്ന. റാഫി കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി ചില അറിയിപ്പുകളിലേക്ക്. MCC NEET UG 2ാം ഘട്ട അലോട്ട്മെന്റ് ഇന്ന് പ്രഖ്യാപിക്കും. 15-ാം തീയതി രാവിലെ 8 മണി വരെ നടത്തിയ ചോയ്സ് ഫില്ലിംഗ് പരിഗണിച്ചാണ് സീറ്റ് അലോട്ട്മെന്റ്. 18 മുതൽ 25 വരെ അലോട്ട്മെന്റ് ലഭിച്ചവർ കോളേജിൽ നടപടിക്രമം പാലിച്ച് റിപ്പോർട്ട് ചെയ്ത് പ്രവേശനം നേടാം. പാലക്കാട് കൊടുവായൂർ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ഒഴിവ് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലേക്കാണ്. അഭിമുഖം ഇന്ന് രാവിലെ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാച്ചുറേഷൻ ക്യാമ്പും ബാങ്ക് വായ്പാ വിതരണവും ആലപ്പുഴ മുതുകുളം പഞ്ചായത്ത് ഹാളിൽ ഇന്ന് രാവിലെ മുതലുണ്ടാകും. ക്യാമ്പിന്റെ ഭാഗമായി പകൽ 10:30 വിവിധ ബാങ്ക് വായ്പാ പദ്ധതികളെക്കുറിച്ച് ബാങ്ക് പ്രതിനിധികൾ സംസാരിക്കും. കൊല്ലം, ചാത്തന്നൂർ, പരവൂർ മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുമുക്ക് അടിപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കും. ചാത്തന്നൂർ തിരുമുക്കിൽ വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ അടിപ്പാത നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. വൈകിട്ട് 5-ന് തിരുമുക്ക് മുതൽ ചാത്തന്നൂർ വരെ മനുഷ്യച്ചങ്ങല തീർക്കാനും തീരുമാനം. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സേവാ ദിവസമായി ആഘോഷിക്കും. ആഗമന യാത്രക്കാരെ പരമ്പരാഗത കേരളീയ ശൈലിയിൽ സ്വീകരിക്കും. താലപ്പൊലിയും വാദ്യഘോഷങ്ങളും ഒരുക്കും. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.